നമസ്കാരം. ഒരു വീടിന്റെ അവിഭാജ്യ ഘടകമാണ് ആ വീട്ടിലെ സ്ത്രീകൾ. വീടിന്റെ ഐശ്വര്യം, ആരോഗ്യം, വൈഭവം എല്ലാം ആ വീട്ടിലെ സ്ത്രീയുടെ കാര്യങ്ങളിൽ തന്നെയാകുന്നു. ഒരു സ്ത്രീക്ക് മാത്രമേ വീട്ടിൽ ഏവരെയും ഒരേപോലെ സ്നേഹിക്കുവാനും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാനും സാധിക്കൂ. മറ്റുള്ളവർ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പോലും തന്റെ കുടുംബത്തിലെ വ്യക്തിയെ ഒറ്റ നോട്ടത്തിൽ ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇതിനാൽ തന്നെ ഒരു വീട്ടിലെ സ്ത്രീ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്ക് മാത്രമല്ല ആ വീട്ടിലെ ഏവർക്കും വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യം ചെയ്യുന്നതിലൂടെ വീട്ടിൽ ആരോഗ്യം വർദ്ധിക്കുവാനും അതേപോലെ സമ്പൽ സമൃദ്ധി വന്നു ചേരുവാനും സഹായിക്കുന്നതാണ്. കൂടാതെ ആ വീട്ടിൽ ഐശ്വര്യലക്ഷ്മി വരികയും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീട്ടിൽ നിരന്തരം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. കൂടാതെ ആ വീട്ടിലെ സ്ത്രീകൾക്കും ഒപ്പമുള്ളവർക്കും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ നിങ്ങളുടെ ഭർത്താവിൻ്റെയും സന്താനങ്ങളുടെയും ഉയർച്ചയ്ക്കും ദീർഘായുസിനും സഹായിക്കുകയും ചെയ്യും. വീട്ടിലെ കുട്ടികൾക്ക് വിദ്യയിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുവാനും കൂടാതെ ബുദ്ധി വർദ്ധിക്കുവാനും എല്ലാം സഹായകരമാകുന്നതുമാണ്. വീട്ടിലെ നെടുംതൂണായ ഗൃഹനാഥയുടെ അഥവാ ഗൃഹനാഥന്റെയും സാമ്പത്തിക വർധനയ്ക്കും ഇതിലൂടെ സഹായകരമായി തീരുകയും ചെയ്യും. അതായത് എടുത്തു പറയുകയാണ് എങ്കിൽ ഗൃഹനാഥയുടെ കയ്യിൽ എപ്പോഴും പണം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വീട്ടിലെ പല കാര്യങ്ങൾക്കുമായി പണം എപ്പോഴും ചിലവാക്കുന്നതായ അവസ്ഥ പല സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. 10, 20 ഒക്കെയായി കൂട്ടി വയ്ക്കുന്ന തുക പെട്ടെന്ന് തന്നെ ചിലവായി പോകുന്ന അവസ്ഥയിൽ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിനായി നിങ്ങൾ നിത്യവും അതായത് സ്ത്രീകൾ ഉറങ്ങുന്നതിന് മുൻപായി അവരുടെ അടുക്കള അതായത് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായ അടുക്കള അടയ്ക്കുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ നിത്യവും ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുക്കളയ്ക്ക് ഇത്രമേൽ സ്ഥാനം വാസ്തുവിൽ നൽകുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണവുമുണ്ട്. പഞ്ചഭൂത സാന്നിധ്യം വീട്ടിൽ ഉടനീളം ഉണ്ടാകുന്നു എങ്കിലും നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാവുന്ന ഒരു കാര്യം പഞ്ചഭൂത സാന്നിധ്യം തന്നെയാണ്. പ്രത്യക്ഷത്തിൽ കാണുവാൻ സാധിക്കുന്ന ഇടമാണ് അടുക്കള. ഇതിനാൽ ഇവിടെ പഞ്ചഭൂത ഊർജം ബാലൻസ് അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ അളവുകളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നാൽ ഉറപ്പായും ആ വീടിനെ മൊത്തത്തിൽ അത് ബാധിക്കും എന്നുള്ളതാണ്. അഗ്നിദേവൻ, വായുദേവൻ, വരുണദേവൻ, ഗണേശ ഭഗവാൻ, അന്നപൂർണേശ്വരി, ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഏറെയുള്ള ഭാഗം തന്നെയാണ് അടുക്കള. അതിനാൽ ഇവിടെ പ്രത്യേകിച്ചും സ്ത്രീകൾ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരു കുടുംബത്തിന്റെ ആരോഗ്യം അടുക്കളയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നാം ഏവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എവിടെ നിന്നെല്ലാം എത്ര രുചികരമായ ആഹാരം നാം കഴിച്ചാലും സ്വന്തം അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ആഹാരത്തിന് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏവരും അത് മിസ് ചെയ്യുന്ന ഒരു കാര്യവുമാണ്. തങ്ങളുടെ അമ്മയുടെ ആഹാരം തന്നെയാണ് ഇതിന് പിന്നിലെ രഹസ്യം. അമ്മയുടെ സ്നേഹം കൂടി ആ ആഹാരത്തിൽ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. തന്റെ മക്കൾക്ക് ഭർത്താവിനായി പാചകം ചെയ്യുമ്പോൾ അതായത് തന്റെ കുടുംബത്തിനായി പാചകം ചെയ്യുമ്പോൾ അതിൽ അവരോടുള്ള സ്നേഹം കൂടി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിനാൽ തന്നെ ആ വീട്ടിലെ സ്നേഹവും ആരോഗ്യവും അടുക്കളയിൽ നിന്നും ആരംഭിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇഷ്ടമുള്ള ആഹാരം വയറ് നിറച്ച് കഴിക്കാൻ സാധിച്ചാൽ ആ വ്യക്തി ഒരു 90% സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യമായി അവർക്ക് മാറുന്നതാണ്. ഇതിനാൽ കുടുംബത്തിന്റെ സന്തോഷവും ആരോഗ്യവും നിലനിൽക്കുവാനായി വീട്ടിലെ അടുക്കളയിൽ നെഗറ്റീവായ ഊർജം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. നെഗറ്റീവായ എനർജി വളരെയധികം ഉള്ള വീടുകളിൽ എത്ര തന്നെ ശ്രദ്ധിച്ച് പാചകം ചെയ്താലും ആഹാരത്തിൽ നിന്നും
കല്ല്, മുടി എന്നിവ ലഭിക്കുന്നതുമാണ്. കൂടാതെ ഒട്ടും താല്പര്യമില്ലാത്ത ആഹാരമായി മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യാം. എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഫലങ്ങൾ, പച്ചക്കറികൾ തയ്യാറാക്കുമ്പോൾ അഥവാ കറികൾ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് കേടാകുന്നതായ അവസ്ഥ പലർക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതെല്ലാം ആ വീട്ടിലെ നെഗറ്റീവായ ഊർജത്താലാകുന്നു. എന്നാൽ ഇവ ആദ്യം തന്നെ നാം തുരത്തിയാൽ ആ വീട്ടിലെ സന്തോഷവും ഉയർച്ചയും സമാധാനവും എല്ലാം പെട്ടെന്നായിരിക്കും കടന്നു വരിക. ആദ്യം ചെയ്യേണ്ടത് അടുക്കള എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പൊട്ടിയ പാത്രങ്ങൾ വയ്ക്കരുത്. വേസ്റ്റ് എപ്പോഴും അടച്ചു വെക്കുക. എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ ഇട്ട് രാത്രി കിടക്കുന്നു എങ്കിൽ അത് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക. ഒന്നുകിൽ അത് കഴുകി വെക്കുക, അല്ലെങ്കിൽ തീരെ സാധിക്കാത്തതായ സാഹചര്യമാണ് എങ്കിൽ വർക്ക് ഏരിയയിലേക്ക് മാറ്റുക. അത് സ്ഥിരമായി ചെയ്യുന്നത് ദോഷകരമാണ്. അരിപ്പാത്രം പൊടി പിടിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അരി മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തുവാണ്. അതിനാൽ അരിപ്പാത്രം പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ദോഷകരമാകുന്നു. അതേപോലെ തന്നെ വാങ്ങിക്കൊണ്ടുവരുന്ന അരി അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളാണ് എങ്കിലും അതേപടി വയ്ക്കരുത്. പാത്രങ്ങളിൽ അടപ്പുള്ള പാത്രങ്ങളിൽ തന്നെ മാറ്റിവെക്കുക. ഇപ്രകാരം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് അനാവശ്യമായ ചിലവുകൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. മഞ്ഞൾപ്പൊടി അതോടൊപ്പം ഉപ്പ് പാത്രം അടുത്തായി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അടുപ്പിനടുത്ത് ജലം വയ്ക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമാണ്. രണ്ടും വിപരീത ശക്തികളാണ്. അതിനാൽ തന്നെ അപ്രകാരം വയ്ക്കുന്നത് ദോഷകരമാകുന്നു. ചൂല്, മരുന്ന്, ചെരുപ്പ് എന്നിവ അടുക്കളയിൽ ഒരു കാരണവശാലും വയ്ക്കുവാൻ പാടുള്ളതല്ല. വക്ക് പൊട്ടിയ പാത്രങ്ങളാണ് എങ്കിലും വയ്ക്കരുത് എന്നുള്ളതാണ്. അടുക്കളയിലെ പുറത്തേക്കുള്ള വാതിൽ പൊടി പിടിച്ചിരിക്കുകയാണ് എങ്കിൽ അതും ദോഷകരമാണ്. അതിനാൽ വാതിലുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഈ വാതിൽ പൊടി പിടിക്കാതിരിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്മി ദേവി വീടുകളിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിൽ തന്നെയാണ്. അതിനാൽ ശ്രീദേവി സാന്നിധ്യം വീട്ടിൽ ഇല്ലാതെയാകും. അതിനാൽ ഈ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക. വാതിൽ നിങ്ങൾ, അതായത് അടുക്കള വാതിൽ രാത്രി അടയ്ക്കുന്നതിന് മുൻപ് ഒരു മൺപാത്രത്തിൽ അല്പം കർപ്പൂരവും 5 ഗ്രാമ്പുവും ഇട്ട് നിങ്ങൾ കത്തിക്കുക. ഈ പുക അടുക്കളയിൽ നിറയുന്നത് ആ വീട്ടിലെ നെഗറ്റീവായ ഊർജം ഒഴിവാക്കുന്നതിനും അടുക്കള എപ്പോഴും ഐശ്വര്യപൂർണമായി ഇരിക്കുവാനും സഹായകരമാണ് എന്നുള്ളതാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ വർദ്ധിക്കും. ഒരു പാത്രത്തിൽ ഒരു പിടി ചോറും ഒരു ഗ്ലാസിൽ ശുദ്ധജലവും നിങ്ങൾ എപ്പോഴും മൂടി വയ്ക്കേണ്ടതുമാണ്. കാരണം അത് പിതൃക്കളുടെ അനുഗ്രഹത്തിന് ഏറ്റവും ശുഭകരമായി തീരും. അതിനാൽ തന്നെ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുവാനും എന്നും നിലനിർത്തുവാനും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. ലക്ഷ്മി ദേവി അത്തരം വീടുകളിൽ സദാ വസിക്കും എന്നാണ് പറയുക. പിറ്റേന്ന് ഈ ചോറ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും നിങ്ങൾക്ക് നൽകാവുന്നതുമാണ്. കൂടാതെ രാവിലെ അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ കണി കാണുവാൻ ഒരു ഓടുപാത്രത്തിൽ അല്ലെങ്കിൽ മെറ്റൽ പാത്രത്തിലാണ് എങ്കിലും ശുദ്ധജലം മൂടി വയ്ക്കുക. നിറച്ച് വയ്ക്കണം, അത് മൂടിയിരിക്കണം എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. രാവിലെ പ്രവേശിക്കുമ്പോൾ ശുദ്ധിയോടെ കുളിച്ച് ഓം അന്നപൂർണേ നമ എന്ന് 3 തവണ ജപിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അടുക്കളയിലേക്ക് പ്രവേശിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് അതിന് സാധിക്കാത്ത സമയമാണ് എങ്കിൽ, അല്ലെങ്കിൽ കുളിക്കുവാൻ സാധിക്കാത്തതായ സമയമാണ് എങ്കിൽ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം അടുക്കളയിൽ പ്രവേശിക്കുക. ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്ന് 3 തവണ ജപിച്ചുകൊണ്ട് കുളിച്ച് ശുദ്ധിയോടെ അടുക്കളയിലേക്ക് വലതുകാൽ വെച്ച് പ്രവേശിക്കുന്നതും ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമാണ്. കുളിക്കാൻ സാധിക്കാത്തവർ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം പ്രവേശിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ആ വീട്ടിലെ സ്ത്രീകളുടെ കൈകളിൽ എപ്പോഴും പണം നിറയും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ആ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. മഹാലക്ഷ്മി കടാക്ഷത്താൽ ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുക തന്നെ ചെയ്യും.